പോവാം. മധുരയിൽ ചെങ്കൊടിയേറ്റം. സിപിഎമ്മിന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് മധുരയിൽ കൊടിയുയരും. മുതിർന്ന അംഗം ബിമൻ ബസു പാർട്ടി പതാക ഉയർത്തും. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. ബി രാഘവലു സംഘടനാ റിപ്പോർട്ടും പ്രകാശ് കാരാട്ട് രാഷ്ട്രീയ പ്രമേയവും അവതരിപ്പിക്കും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. MA ബേബി, BV രാഘവലു, അശോക് താവ്ലെ എന്നിവരാണ് പരിഗണനയിലുള്ളത്. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ ആശമാർക്കടക്കം പരാമർശമുണ്ട് എന്നാണ് അറിയുന്നത്. നമ്മൾ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. VV അരുൺ ചേർന്നുണ്ട് മധുരയിൽ നിന്ന്. അരുൺ, മധുരയിൽ വളരെ വളരെ ചുമന്ന ഒരു പ്രഭാതമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. കാരണം അത്രയേറെ ആ ഒരു സംഘടന ഊർജം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണുള്ളത്. ഇനി അറിയേണ്ടത്, ഇന്നിപ്പോൾ സംഘടനാ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ വൈകിട്ട് തൊട്ടേ പലയിടത്തായി കാണുന്നുണ്ട്. ആശമാരെ കുറിച്ച് പരാമർശമുണ്ട്. പാർട്ടിയിൽ യുവാക്കളുടെ സ്വാധീനം, യുവാക്കളിലെ എങ്ങനെയാണ് പാർട്ടി സ്വാധീനിക്കുന്നത്, പാർട്ടി അംഗങ്ങളുടെ പ്രവർത്തനത്തിന്റെ നിലവാരം, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? ഇന്നത്തെ ഈ സമ്മേളന നടപടികൾ എപ്പോൾ ആരംഭിക്കും? എങ്ങനെയൊക്കെയാണിത്? ശ്രീജ, മധുരയ്ക്ക് പണ്ട് ചുവപ്പുണ്ട്. അത് പണ്ട് തൊട്ടേ CPM സ്വാധീനമുള്ള ഒരു മണ്ണാണ്. തമിഴ്നാട്ടിലെ അപൂർവ പ്രദേശങ്ങളിൽ ഒന്നെന്ന് പറയാം മധുര. 70കൾ മുതൽ CPM-ന്റെ MP ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോഴും 2 തവണയായി സു വെങ്കടേശൻ CPM-ന്റെ MP ആണ്. DMK-യുടെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ CPM-ന്റെ മധുര മണ്ഡലം നിലനിർത്താൻ കഴിയുന്നത് വസ്തുവാണെങ്കിൽ പോലും പരമ്പരാഗതമായി CPM-ന് വേരോട്ടമുള്ള ഒരു മണ്ഡലം. അതിന്റെ എല്ലാ പ്രൗഢിയും ഈ സമ്മേളന നഗരിയിൽ ഒരുക്കാൻ CPM-ന്റെ ഇവിടുത്തെ സംഘാടക സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഇവിടെയാണ് ഈ കൊടിമരം സ്ഥാപിച്ചിരിക്കുന്ന ഇവിടെയാണ് 8 മണിയോടുകൂടി മുൻ PB അംഗവും ബംഗാൾ സംസ്ഥാന ഘടകത്തിന്റെ മുൻ സെക്രട്ടറിയുമായ ബിമൻ ബസു പതാക ഉയർത്താൻ പോകുന്നത്, പാർട്ടി പതാക ഉയർത്താൻ പോകുന്നത്. ഇവിടെ 8 മണിയോടുകൂടി CPM-ന്റെ പാർട്ടി കോൺഗ്രസിന്റെ പതാക ഉയരും. അതിനുശേഷമാണ് സമ്മേളന പ്രകൃതി സമ്മേളന നടപടികളിലേക്ക് CPM കടക്കുക. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിനിധി സമ്മേളനം മുഴുവൻ സമയം മുഖ്യമന്ത്രി എത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസായി കൂടി ഈ മധുരയിലെ ഒരു ഹോട്ടൽ, ഒരു സ്വകാര്യ ഹോട്ടൽ മാറുകയാണ്. മുഖ്യമന്ത്രി അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കും. മുഖ്യമന്ത്രിക്ക് ഒപ്പം 9 മന്ത്രിമാർ, ഈ CPM മന്ത്രിമാർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു മിനി ക്യാബിനറ്റായി കൂടി മധുരയിൽ അതിനുള്ള സംവിധാനമായി കൂടി മാറുകയാണ്. ഏതായാലും സംഘടനാപരമായി CPM ഏറെ പ്രത്യേകതകളുള്ള, ഏറെ നിർണായകമായ ഒരു സമ്മേളനമാണ് ഇപ്പോൾ കാണുന്നത്. ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്ന സീതാറാം യെച്ചൂരി നഗറിന്റെ മുൻവശമാണ്. വളരെ മനോഹരമായി അലങ്കരിച്ച ഒരു പ്രദേശം. വളരെ കൃത്യമായി, വളരെ സംഘടനാപരമായി വളരെ മികച്ച രീതിയിൽ നടത്തുന്ന ഒരു സമ്മേളനമാണ് ഇത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ സംഘടനാ രംഗത്തും CPM-ന് നിരവധി കാര്യങ്ങൾ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നേരത്തെയൊക്കെ ഇടത് മതേതര ബദൽ ശക്തിപ്പെടുത്തണമെന്നാണ് CPM-ന്റെ പ്രധാന മുദ്രാവാക്യം കുറെ നാളുകളെ. കാരണം സ്വയം ശക്തി കേരളം ഒഴികെ മറ്റിടങ്ങളിലും കാര്യമായ ശക്തിയില്ലാത്തൊരു പ്രസ്ഥാനമായി CPM മാറിക്കഴിഞ്ഞു. അതവർ അംഗീകരിക്കുന്നു. ഈ സംഘടനാ റിപ്പോർട്ടിലും അത്തരം പരാമർശങ്ങളുണ്ട്. കേരളത്തിലൊഴികെ മറ്റിടത്തും എല്ലാവരും തകർന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് CPM പോകുന്നത്. ത്രിപുര മാത്രമാണ് വോട്ട് കണക്കിനെങ്കിലും 20% മുകളിൽ CPM-ന് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു വോട്ട് വിഹിതമുള്ള സ്ഥലം. പക്ഷേ മറ്റെല്ലായിടങ്ങളിലും തകർന്നു പോകുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ സമ്മേളന കവാടത്തിന് മുൻവശത്തെ ഒരു കാറൽ മാക്സിന്റെ ഒരു രൂപം സ്ഥാപിച്ചിരിക്കുന്നത് സെൽഫി പോയിന്റാണ്. ഇവിടെ നിരവധി ആളുകൾ ഇത്തരത്തിൽ വന്ന് സെൽഫി എടുത്തു പോകുന്ന ഒരു പോയിന്റാണ്. ഇങ്ങനെ കാറൽ മാക്സിനെ ഒപ്പം ഇരുന്ന് സെൽഫി എടുക്കാൻ കഴിയുന്ന ഒരു തരത്തിൽ ഇതിവിടെ സജ്ജീകരിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇവിടെ ഈ കാറൽ മാക്സിന്റെ ഒരു രൂപമുണ്ട്. അവിടെ ആളുകൾക്ക് വന്നിരുന്ന് സെൽഫി എടുത്ത് മടങ്ങാവുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ ആളുകളെ ആകർഷിക്കാനുള്ള നിരവധി സംവിധാനങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ CPM-ന് കാര്യമായ വേരോട്ടം ഉണ്ടായിരുന്ന ഒരു മണ്ണാണ് ഇവിടെ. ആ രീതിയിലുള്ള സ്വാധീനം പാർട്ടിക്ക് ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും
സാധാരണഗതിയിൽ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളാണ് CPM നടത്തുന്നത്. അതിനുള്ള വളക്കൂറുള്ള മണ്ണായാണ് മധുര CPM കാണുന്നത്. അതുകൊണ്ടുകൂടിയാണ് മധുരയിൽ ഇത്തരം ഒരു പാർട്ടി കോൺഗ്രസ് CPM സംഘടിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പാർട്ടിയുടെ സംഘടനാ ശേഷി, സംഘടനാ ശക്തിയൊക്കെ കൃത്യമായി CPM തിരിച്ചറിയുന്നു. കേരളം ഒഴികെ മറ്റൊരിടത്തും പാർട്ടിക്ക് മുന്നേറാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ തങ്ങളുടെ ശക്തി നിലനിർത്താൻ കഴിയുന്നില്ല എന്ന സ്വയം വിമർശനം CPMന്റെ സംഘടനാ റിപ്പോർട്ടിലുണ്ട്. അത് മറികടക്കുക, ഒരു പാർട്ടി ഒരു സ്വതന്ത്ര ശക്തിയായി മാറുക, പരമാവധി ഇടങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചുപിടിക്കുക, സ്വാധീന ശക്തി തിരിച്ചുപിടിക്കുക എന്ന വലിയ വെല്ലുവിളി കൂടി ഈ സമ്മേളന കാലയളവിൽ, ഈ പാർട്ടി കോൺഗ്രസ് കാലയളവിൽ CPM ഏറ്റെടുക്കുന്നുണ്ട്. അത് കൂടി കണക്കിലെടുത്തുള്ള ചർച്ചകളാകാം ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഈ സംഘടനാ റിപ്പോർട്ടിന്റെ ഭാഗമായി സൂചിപ്പിച്ച കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, സംഘടനാ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ഇത്തരം സ്വയം വിമർശനപരമായ കണ്ടെത്തലുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമുക്ക് ഈ സംഘടനാ റിപ്പോർട്ടുമായി കേരളത്തിലെ സാഹചര്യങ്ങളിൽ ചർച്ച ചെയ്ത് പോകാൻ കഴിയുന്നത്, അല്ലെങ്കിൽ പറഞ്ഞു പോകാൻ കഴിയുന്നത്, ആശാസമരം അല്ലെങ്കിൽ ആശമാരുടെ കാര്യം ഈ സംഘടനാ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചു പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ആശമാർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കേഴ്സിന്റെ കാര്യത്തിൽ അത് ഉച്ചഭക്ഷണ സ്കൂൾ പാചകത്തൊഴിലാളി അടക്കമുള്ളവരുടെ കാര്യങ്ങളിൽ വലിയ സമരങ്ങൾ നടത്തി, നിയമപോരാട്ടങ്ങൾ നടത്തിയ പ്രസ്ഥാനമാണ് CPM. പക്ഷേ അവരെ ഇപ്പോൾ ചേർത്ത് നിർത്താൻ കഴിയുന്നില്ല എന്നൊരു സ്വയം വിമർശനം ഈ റിപ്പോർട്ടിൽ CPM സംഘടനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ആശാപ്രവർത്തകർക്കിടയിൽ സ്വാധീനക്കുറവുണ്ട് പാർട്ടിക്ക് ഇപ്പോൾ എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഇവർക്കായി തൊഴിലാളി യൂണിയനുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാൽ അവിടെ അവരെ കൂടെ നിർത്താൻ കഴിയുന്നില്ല. പാർട്ടി എതിർക്കുന്നവരുമായി പലപ്പോഴും ഇവർ ചേർന്ന് നിൽക്കുന്നു എന്നൊരു വിമർശനമാണ് റിപ്പോർട്ടിലുള്ളത്. പാർട്ടിക്ക് ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ പോലും, കേരളത്തിലെ പേര് പറയാതെയാണെങ്കിൽ പോലും ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഇത്തരത്തിൽ ആശാവർക്കർമാർ പോലെയുള്ള സ്കീം വർക്കേഴ്സിനെ ചേർത്ത് നിർത്താൻ പാർട്ടിക്ക് കഴിയുന്നില്ല എന്ന വിമർശനമുണ്ട്. തൊഴിലാളികളിൽ നിന്ന് പാർട്ടി അകന്നു പോകുന്നുവെന്ന വിമർശനമുണ്ട്. അതൊക്കെ മറികടക്കാനുള്ള നടപടികൾ വേണമെന്ന നിർദ്ദേശങ്ങളുണ്ട്. ജനവാസം കൂടുതലുള്ള മേഖലകളിൽ പാർട്ടി പ്രവർത്തനം ശക്തമാക്കണം. പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ പ്രവർത്തനം ഇപ്പോൾ വിലയിരുത്തി പോകുന്നത് ഈ 3 വർഷം കൂടുമ്പോഴുള്ള പാർട്ടി കോൺഗ്രസ് വരുമ്പോഴാണ്. അങ്ങനെ പോരാ, ഓരോ വർഷവും പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഏറ്റവും നിർണായകമായ പാർട്ടിയുടെ തീരുമാനം എടുക്കുന്ന ഘടകത്തിലുള്ളവരാണ്. അവിടെ വളരെ കൃത്യമായ നിരീക്ഷണം, കൃത്യമായ വിലയിരുത്തൽ അവരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണം. ഓരോ വർഷവും അവരുടെ PB അംഗങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തണം. പാർട്ടിയിലേക്ക് യുവാക്കൾ വരുന്നില്ല എന്ന വലിയൊരു പ്രതിസന്ധിയായി CPM ചൂണ്ടിക്കാട്ടുന്നു. യുവാക്കൾ വരുന്നില്ല, പാർട്ടിയിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല. യുവാക്കൾക്കിടയിൽ അടക്കം സോഷ്യലിസം പ്രചരിപ്പിക്കണം. സോഷ്യലിസമാണ് CPMന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ മാർക്സിസവും സോഷ്യലിസവും എന്തെന്ന് പോലും അറിയാത്ത ആളുകൾ ഇപ്പോഴുണ്ട്. അത്തരം ആളുകളെ അവർക്ക് വിദ്യാഭ്യാസം നൽകി, രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകി അവരെ പാർട്ടിയിലേക്ക് അടുപ്പിക്കണം. ഹിന്ദുത്വ വർഗീയത എതിർക്കാൻ ശക്തമായ പ്രചരണം നടത്തണം. എല്ലാ ഘടകങ്ങളിലും അത്തരം പ്രവർത്തനങ്ങൾ വേണം. പ്രാദേശിക ഘടകങ്ങളിൽ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അത് പരിഹരിക്കാൻ മേൽഘടകങ്ങൾ ഇടപെടണം. മുൻഗണന നൽകേണ്ട കാര്യങ്ങളൊക്കെ 5 കാര്യങ്ങൾ എണ്ണി ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള കാര്യങ്ങളും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട്. അങ്ങനെ ഈ സംഘടനാ റിപ്പോർട്ടിൽ പാർട്ടിയുടെ ഇപ്പോഴത്തെ ശേഷി തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ എങ്ങനെ പാർട്ടിക്ക് മുന്നോട്ട് പോകാമെന്ന് വ്യക്തമാക്കുന്ന, ഈ പാർട്ടി കേരളം എന്നൊരു സംസ്ഥാനത്തേക്ക് മാത്രമായി അവരുടെ സ്വാധീനം ഇപ്പോൾ നിലനിർത്തുന്ന ഒരു സംസ്ഥാനമാണെന്ന് സ്വയം അംഗീകരിക്കുന്ന റിപ്പോർട്ടാണ് CPM ഇന്ന് സീതാറാം യെച്ചൂരി നഗറിൽ ഇവിടെ പ്രകാശ് കാരാട്ട് അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ സമ്മേളനം നടക്കുന്ന പ്രതിനിധി സമ്മേളനം നടക്കുന്ന വേദിയാണ്. ഇതിന്റെ മുൻവശമാണ്. ഇവിടെയാണ് CPMന്റെ പ്രതിനിധി സമ്മേളനം നടക്കുക. ഈ ഹാളിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. ഇവിടെ കോടിയേരി ബാലകൃഷ്ണന്റെ പേരുള്ള വേദിയാണിത്. ഇവിടെ ജനറൽ സെക്രട്ടറി ചുമതലയുള്ള പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ഈ സംഘടനാ റിപ്പോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് മുതിർന്ന PB അംഗം കൂടിയായ BV രാഘവലു ആണ്. നമുക്കറിയാം, രാഘവലു ഈ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ അതൊരു പ്രത്യേകതയുള്ളത്, ഹൈദരാബാദിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ആര് ഉണ്ടാകുമെന്നതിന് ചർച്ചകൾ നടക്കുമ്പോൾ അവിടെ അന്ന് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചത് സീതാറാം യെച്ചൂരിയായിരുന്നു. യെച്ചൂരി തന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി വരികയും ചെയ്തു. അതുകൊണ്ട് ഈ രാഘവലുവിനെ ഇത്തരത്തിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ CPM ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും അദ്ദേഹം വരും എന്നതിന്റെ സൂചനയായി ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വളരെ സജീവമായി തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരാണ് രാഘവലുവിന്റേത്. CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായ മലയാളിയായ നേതാവ് MA ബേബിയുടെ പേരും സജീവ പരിഗണനയിലുണ്ട്. ബേബിയോ രാഘവലു എന്നതാണ് ഇപ്പോൾ പ്രധാനമായും പാർട്ടി കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചർച്ച. MA ബേബിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന അഭിപ്രായമുള്ള നിരവധി നേതാക്കൾ CPMന്റെ കേരള ഘടകത്തിലുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് നിലപാടെടുക്കുന്നത് വളരെ നിർണായകമായി തീരും.
ബേബി വരുന്നതിനോട് ബംഗാൾ ഘടകത്തിന് അത്ര യോജിപ്പില്ല എന്ന വിവരങ്ങളും നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണ് രാഘവലൂരെ പോലെ ദേശീയതലത്തിൽ നേരത്തെ പ്രവർത്തിച്ച് പരിചയമുള്ള നേതാക്കളുടെ പേര് അവർ ഉയർത്തിക്കാട്ടുന്നത്. ശരി, പി വി അരുണാണ് വിവരങ്ങൾ നൽകിയത് മധുരയിൽ നിന്ന്. ചുവന്ന മണ്ണാണ് മധുരയുടേത്. വലിയ പ്രതാപം പറയാനുണ്ട് മധുരയ്ക്ക്. ആ പ്രതാപത്തെ എല്ലാം ആഘോഷിക്കുന്ന തരത്തിലാണ് CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് മധുരയിൽ തുടക്കമാവുന്നത്. സംഘടനാ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി അവിടെ നടക്കുന്ന ചർച്ചകളൊക്കെയാണ് വിശദാംശങ്ങൾ വരാനുള്ളത്. അത് ഈ ദിവസം നമുക്ക് അപ്പോൾ തന്നെ അരുൺ അവിടെ നിന്ന് എത്തിക്കും. ഇനി മറ്റു വാർത്തകളിലേക്ക് പോകാം. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്.